ഓണത്തിൻ്റെ വൈവിധ്യങ്ങളെക്കുറിച്ച് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൃക്കാക്കരയിലേക്ക് പോയി. തീർച്ചയായും ഇനി അടുത്തത് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ആറന്മുളയിൽ നിന്നുള്ള വിശേഷങ്ങളാണ് എന്ന് നമുക്കറിയാം. സുജു ടി ബാബു തയ്യാറാണ്. തിരുവോണത്തോണി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അല്പം മുൻപാണ് എത്തിയത്. നമ്മൾ തത്സമയം അത് പ്രേക്ഷകരിലേക്ക് കഴിഞ്ഞ ബുള്ളറ്റിനിൽ ഫസ്റ്റ് ന്യൂസിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. സുജു തയ്യാറായിട്ടുണ്ട്. സുജു മറ്റാരോടോ സംസാരിക്കുകയാണെന്ന് തോന്നുന്നു. സുജു. കാവ്യ, നമ്മളിപ്പോൾ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലുള്ള നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് വഞ്ചിപ്പാട്ട് പാടുന്ന ആളുകൾ തന്നെയാണ്. ഇവിടെ നമ്മളൊപ്പം ആളുകളുണ്ട്. നമുക്ക് രാവിലെ ഓണമൊക്കെയാണ് അല്ലേ? രാവിലെ ക്ഷേത്രത്തെത്തി വലിയ ഒരു സന്തോഷമാണ് തോന്നുന്നത്. നല്ല സന്തോഷമാണ്. ഞങ്ങൾ പള്ളിയോടത്താണ് ഇപ്പം പോകുന്നത്. ഞങ്ങൾ ഇനിയും തിരിച്ച് കടക്കൊണ്ട് വെള്ളം അടുപ്പിച്ചിട്ട് ഓണസദ്യ കഴിക്കാൻ ഞങ്ങൾ വീടുകളിലേക്ക് പോകും. നമുക്ക് വഞ്ചിപ്പാട്ട് പാടിയാലോ? വഞ്ചിപ്പാട്ട് പാടാം. കാവ്യ, നമുക്ക് മുക്കേണ്ടി ഒരു വെച്ചുപാട്ട് പാടിയാലോ? ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി 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 ശ്രീ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഹരി ഹരി. കാവ്യ, ഏത് പള്ളിയോടത്താണ് നിങ്ങൾ? ചേറായരമ്പ് പള്ളിയോടം. ഈ ആറന്മുള സംബന്ധിച്ച ഒരു പൈതൃക ഗ്രാമമാണ്, അറിയാമല്ലോ. അപ്പം നമുക്ക് അഷ്ടമിരോഹണ വള്ളസദ്യ, ഇപ്പോൾ വള്ളക്കളി വരാൻ പോവുകയാണ്, ഇന്ന് തിരുവോണത്തോണി വരുന്നത്. ഇതൊക്കെ ഒരു ആറന്മുളയുടെ ഒരു പൈതൃകം തന്നെ. ആറന്മുളയുടെ ഒരു പൈതൃകമാണ് ഇത്. ഇവിടുത്തെ വള്ളംകളിയും ഈ ഉത്തിട്ടാതി ജലമേളയും അതുപോലെ തിരുവോണത്തോണി ചെലവും ഇതൊക്കെ ആറന്മുളയുടെ പൈതൃകമാണ്. ഇത് മുന്നോട്ട് ഇങ്ങനെ തുടർന്ന് പോകുന്നത് തന്നെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രം. ഓണത്തിനും എത്താറുണ്ടോ ഇവിടെ? എത്താറുണ്ട്. എല്ലാ ഓണത്തിനും ഞങ്ങൾ എത്താറുണ്ട്. ഇതാണ് കാവ്യ, നമുക്ക് ആറന്മുളയെ സംബന്ധിച്ചോളം നമ്മൾ പറയാനുള്ളത്. വളരെ മനോഹരമായ കാഴ്ച. ഒരു പള്ളിയോടത്തിൻ്റെ അവർ വഞ്ചിപ്പാട്ടാണ് പാടിയിരുന്നത്. നമ്മളത് കാണുകയും ചെയ്തിരുന്നു. പുലർച്ചെ തന്നെ ക്ഷേത്രത്തിൽ വലിയ ഒരു തിരക്കാണുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണുവാൻ സാധിക്കും. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് തിരുവോണത്തോണി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അത് ആചാരത്തിൻ്റെ ഭാഗമാണ്. മുമ്പ് കാലങ്ങളിൽ ഇവിടെ കാട്ടൂർ താമസിച്ചിരുന്ന മങ്ങാട്ട് ഭട്ടതിരിക്ക് സന്താന ലബ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നീട് സന്താനമുണ്ടാവുകയും ചെയ്യുന്നു. അതിനുശേഷം എല്ലാ തിരുവോണ നാളിലും ഒരു ബ്രഹ്മചരിക്ക് ഓണസദ്യ നൽകാറുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ദിവസം ഓണസദ്യ ലഭിക്കാതെ ഒരാൾ ഇല്ലത്തിലേക്ക് കടന്നു വരാതിരിക്കുന്നു. പിന്നീട് ഒരാൾ എത്തുന്നു. അത് ശ്രീകൃഷ്ണ ഭഗവാനെന്ന് വിശ്വസിക്കുകയും അതിനുശേഷമാണ് മുടങ്ങാതെ തിരുവോണത്തോണിയായി ആചാര പെരുമയോടുകൂടി തന്നെ ഈ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. നമുക്ക് രാവിലെ ക്ഷേത്രത്തിലേക്ക് ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. തിരുവോണ ദിവസമാണ്, രാവിലെ പുലർച്ചെ തന്നെ എത്തിയിരിക്കുകയാണല്ലേ? ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണല്ലോ. അതെ, വളരെ സന്തോഷം. വിശ്വാസത്തിന്റെ ഭാഗമാണ്. രാവിലെ ഇന്ന് തിരുവോണത്തോണി കണ്ടു അല്ലേ? എല്ലാ വർഷവും പുലർച്ചെ തന്നെ എത്താറുണ്ടോ ക്ഷേത്രത്തിൽ? ഇല്ല.
നമുക്ക് കാണാൻ സാധിക്കും ധാരാളം ആളുകളാണ് ഇന്ന് ക്ഷേത്രത്തിൽ. ഞാൻ പറഞ്ഞു വന്നത് തിരുവോണത്തോണിയുമായി ബന്ധപ്പെട്ട വിശ്വാസപരമായ കാര്യങ്ങളെ പറ്റിയാണ്. അങ്ങനെ മുടങ്ങാതെ തിരുവോണത്തോണി അതിനുശേഷം ഇപ്പോൾ കാട്ടൂർ ഇല്ലത്തിൽ നിന്ന് പിന്നീട് കുമാരനെല്ലൂരിലേക്ക് ഈ ഭട്ടതിരിയും കുടുംബവും മാറി താമസിക്കുമായിരുന്നുണ്ടായിരുന്നത്. അതിനുശേഷം ആണ് കാട്ടൂരിൽ നിന്ന് മൂലം ദിവസം ക്ഷേത്രത്തിലേക്ക് വരികയും അവിടുന്ന് യാത്ര തിരിക്കുകയും ചെയ്യും. പിന്നീട് വിവിധ സ്ഥലങ്ങളിൽ കൂടെ കടന്നുപോയാണ് നമുക്ക് കൂടുതൽ ആളുകളിൽ കൂടെ ചെല്ലാം. രാവിലെ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തി. എല്ലാ തിരുവോണത്തിനും എത്താറുണ്ടോ? അല്ല, എല്ലാ തിരുവോണത്തിനും ഇല്ല. ഞാൻ ദുബായിലാണ്. ഞാനിപ്പം ഈ പ്രാവശ്യം ആദ്യമായിട്ട് വരുന്നത്. ഈ ആറന്മുളയിൽ വന്നു. ഇന്ന് തിരുവോണത്തോണി കണ്ടോ? ഇന്ന് കണ്ടു. വലിയ സന്തോഷമാണോ? സന്തോഷം. മോനാണോ? മോന. മോൻ്റെ പേരെന്തുവാ? ഇഷാൻ. പറയോ, വിശാൽ അല്ലേ? ഇതാണ് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള വലിയ ഒരു ആളുകൾ തന്നെ, നീണ്ട നിര തന്നെ ക്ഷേത്രത്തെ കാണാൻ സാധിക്കും. ഏറ്റവും പ്രത്യേകത തിരുവോണത്തോണി, ഇനി വള്ളംകളിയാണ്, വഞ്ചിപ്പാട്ടിൻ്റെ അകമ്പടി. ആറന്മുളയെ സംബന്ധിച്ചോളം ഇതൊക്കെ തന്നെ അതിൻ്റെ പൈതൃകത്തിൻ്റെ അല്ലെങ്കിൽ ആറന്മുളയുടെ ഭാഗമാണ്. വള്ളംകളിയും വഞ്ചിപ്പാട്ടും തിരുവോണത്തോണിയും അതുപോലെ തന്നെ വള്ളസദ്യ. നമുക്കറിയാം ഒരേ സമയത്ത് ഏറ്റവും അധികം ആളുകൾ ഒരുമിച്ച് സദ്യ കഴിക്കുന്ന ഒരു റെക്കോർഡ് കൂടിയുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ആറന്മുള വള്ളസദ്യ. അതിൻ്റെ രുചിപ്പെരുമയൊന്നും തന്നെ നമ്മൾ പറയാതെ തന്നെ മലയാളികൾക്കെല്ലാം അറിയാം. ഏതായാലും ആറന്മുള ക്ഷേത്ര പരിസരവും ഭക്തിസാന്ദ്രത്തിൻ്റെ ഒപ്പം തന്നെ തിരുവോണത്തോണിയുടെയും ഓണത്തിൻ്റെതായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് കടന്നു പോകുന്നത്. കാവ്യ.